ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ഓരോരുത്തരും പരിശുദ്ധ മാതാവിന്റെ ജന്മതിരുനാളുള്ള ഒരുക്കത്തിലാണ്. ക്രിസ്മസ് എന്നാൽ ആനന്ദത്തിന്റെ തിരുനാളായിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും തിരുനാളാണ്. ആദ്യം തന്നെ ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. അമ്മ എന്ന വിസ്മയം ആർക്കും ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒന്നാണ്. കാരണം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അമ്മ എന്ന സത്യം വളരെ ഗാഢമായി ബന്ധം പുലർത്തുന്നു. ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുകയും ജനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തോടൊപ്പം നമ്മുടെ അമ്മയും നമ്മോട് വലിയ ഔദാര്യം കാണിച്ചു എന്നുള്ളതാണ്. ഓരോ ജന്മദിനവും ഒരു അനുഗ്രഹമാണ്. കത്തോലിക്ക വിശ്വാസ സമൂഹം ഒരു തിരുനാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു പുണ്യപ്പെട്ട ദിനം. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ പിറന്നു വീഴുവാനായി സമ്മതം മൂളിയ ഒരു അമ്മയുടെ ജനനത്തിരുന്നാൾ. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ സജ്ജമാക്കിയ ഒരു ഇരിപ്പിടമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഉത്ഭവഭാവമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച പരിശുദ്ധ മറിയം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകിയ അതിശ്രേഷ്ഠമായ സമ്മാനം. ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സുഖദുഃഖങ്ങളെ അതിധീരതയോടെ നേരിട്ടവൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവഹിതം മാത്രം നിറവേറ്റുവാൻ ശ്രദ്ധ ചെലുത്തിയവൾ. ഇന്ന് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയം ദൈവത്തോട് എന്താവശ്യപ്പെട്ടാലും അത് നിരസിക്കപ്പെടുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കെപ്പോഴും മാതൃകയാവട്ടെ. ഈ 8 ദിവസം പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനങ്ങളായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും പരിശുദ്ധ മാതാവിന്റെ ജന്മതിരുനാളിന്റെ ഒരുക്കത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ജയ് ക്രൈസ്റ്റ്.